ചില ടെസ്റ്റ് എന്ന് പറഞ്ഞ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ബദാനിയയിലെ തൈലാഭിഷേകത്തെ കുറിച്ചായിരുന്നു. പെസഹാക്ക് 6 ദിവസം മുമ്പ് ഈശോ ബദാനിയയിലേക്ക് കടന്നു വരുന്നു എന്ന് പറഞ്ഞാൽ ഇനി മുതൽ നമ്മൾ വായിച്ചു കേൾക്കാനായിട്ട് പോകുന്ന ഭാഗങ്ങളെല്ലാം ഈ ഹോളി വീക്കില് അല്ലെങ്കിൽ പീഡാനുഭവ വാരത്തിലേക്ക് ഈശോ പ്രവേശിച്ചത് മുതലുള്ള കാര്യങ്ങളാണ്. കൃത്യമായിട്ടുള്ള ദിവസങ്ങൾ നമ്മൾ വായിച്ചു കേൾക്കാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ വായിച്ച കേട്ട സുവിശേഷ ഭാഗത്തില് ഈശോ ബദാനിയയിലേക്ക് വരുന്നു. അവിടെ വെച്ച് മറിയം ശുദ്ധമായ ഒരു കുപ്പി നാർദീൻ സുഗന്ധം എടുത്ത് ഈശോയെ തൈലാഭിഷേകം നടത്തുകയാണ്. 300 ധനാറ വിലയുള്ള ഒരു കൽഭരണി നിറയെയുള്ള നാർദീൻ സുഗന്ധ തൈലം കൊണ്ടാണ് ഈശോയെ മറിയം തൈലാഭിഷേകം നടത്തുന്നത് എന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ഇത് ചെയ്തു കഴിയുമ്പോൾ യൂദാസ് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഈ 300 ധനാറ വിലയുള്ള ഈ നാർദീൻ തൈലം ഇങ്ങനെ വെറുതെ കളയുന്നതിന് പകരം ഈ 300 ധനാറ കൊണ്ട് പാവങ്ങളെ സഹായിക്കാമായിരുന്നില്ലേ? പുറമേ നിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് യൂദാസ് വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണ്, ഈശോയ്ക്ക് ഇങ്ങനെ 300 ധനാറ വിലയുടെ ഇത്രയും വലിയ തൈലം കൊണ്ട് അഭിഷേകം നടത്തേണ്ട കാര്യമില്ല. അതൊക്കെ പാവങ്ങളെ സഹായിക്കാനായിട്ട് എടുത്തുകൂടെ? വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത് യൂദാസ് പറഞ്ഞത്. പക്ഷെ യോഹന്നാൻ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, യൂദാസ് പറഞ്ഞ കാര്യം റീസണബിൾ ആയിട്ട് നമുക്ക് തോന്നാമെങ്കിലും അതിന് പിന്നിലുള്ള ലക്ഷ്യം അതായിരുന്നില്ല. പാവങ്ങളെ സഹായിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി ആയിരുന്നില്ല യൂദാസ് എന്ന് പറഞ്ഞത്. മറിച്ച് അവിടെ യോഹന്നാൻസിലെ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്, അവൻ കള്ളനായിരുന്നുകൊണ്ടും പണസഞ്ചി അവന്റെ കയ്യിലായിരുന്നുകൊണ്ടും അതിൽ നിന്ന് അവൻ എടുത്തിരുന്നത് കൊണ്ടുമാണ് യൂദാസ് പ്രകാരം പറഞ്ഞത്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിക്കുന്ന വലിയൊരു കാര്യം ഇതാണ്, എല്ലാവരുടെയും എല്ലാ വാക്കുകളും നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നതല്ല. നമ്മളെ ചതിക്കുന്ന ചില അല്ലെങ്കിൽ നമ്മളെ വഞ്ചിക്കുന്ന ചില വാക്കുകളും നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ കേൾക്കാമെന്നുള്ളതാണ്. ഏദൻ തോട്ടത്തില് സർപ്പം പറഞ്ഞപ്പോ സർപ്പത്തിന്റെ വാക്കിന്റെ വഞ്ചനയിൽ പെട്ടിട്ടാണ് ആദിമാതാക്കൾ പാപം ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന എല്ലാ വാക്കുകളും വിശ്വസനീയമാകണമെന്നില്ല. അതില് ചതിയുടേതായിട്ടുള്ള വാക്കുകളുണ്ടാകും, വഞ്ചനയുടേതായിട്ടുള്ള വാക്കുകളുണ്ടാകും. എങ്ങനെ നമുക്ക് തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ സഹായത്തോടെ പരിശുദ്ധാത്മന്റെ അഭിഷേകത്തോടെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ കേൾക്കുന്ന വാക്കുകളെ ദൈവസഹായത്തോടെ തിരിച്ചറിഞ്ഞ് വിവേചിച്ചറിഞ്ഞ് പ്രതികരിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സുഖമായിട്ട്